നെയ്യാറ്റിൻകര വ്ളാത്താങ്കരയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. വ്ളാത്താങ്കര സ്വദേശി അൽമയെയാണ് ഭർത്താവ് വിഷ്ണു കുത്തിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിനു ശേഷം പ്രതി കീഴടങ്ങി. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് സംഭവം. 10 വർഷമായി വിവാഹിതരായി താമസിക്കുകയായിരുന്നു ദമ്പതികൾ. വിഷ്ണു അൽമയെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കിടപ്പുമുറിയിൽ തറയിലാണ് മൃതദേഹം കിടന്നിരുന്നത്. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ കാരണം വ്യക്തമല്ല. നിരവധി PSC കോച്ചിംഗ് സെന്ററുകളിൽ അധ്യാപകനാണ് പ്രതിയായ വിഷ്ണു. അയൽപ്പക്കക്കാരുമായി വലിയ ബന്ധമില്ലാതെയാണ് ദമ്പതികൾ താമസിച്ചിരുന്നത്. വീട്ടിൽ നായ്ക്കളെ എപ്പോഴും തുറന്നുവിടുകയും പതിവാണ്. ഗേറ്റ് എപ്പോഴും പൂട്ടിക്കിടക്കുകയും ചെയ്യും. കൃത്യത്തിനു ശേഷം വിഷ്ണു തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരന്റെ വീട്ടിലെത്തിയാണ് സംഭവം അറിയിച്ചത്. സഹോദരനാണ് പോലീസിൽ വിവരമറിയിക്കുകയും പാറശാല പോലീസ് എത്തി വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇത്തരത്തിലൊരു മരണം സംഭവിച്ചു പറഞ്ഞിട്ടാണ് ഇവിടെ വന്നതാണ്. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ മരിച്ചുപോയ ഈ ആൽമ എന്ന് പറയുന്ന കുട്ടിയും അദ്ദേഹത്തിൻ്റെ അവരുടെ ഹസ്ബൻഡും തമ്മിൽ വഴക്കുകളുണ്ടായി. എന്തോ ഫാമിലി മാറ്ററാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഭർത്താവ് കൊല ചെയ്യപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പോലീസിലോട്ട് വിവരം അറിയിക്കുകയും കീഴടങ്ങിയിട്ടുണ്ടെന്നുള്ള അറിവുള്ളത്. കുടുംബ വഴക്കാണ് അതിനകത്തുള്ള കാരണമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടുപേരും ഒറ്റയ്ക്ക് ഈ വീട്ടിലാണ് താമസം. ഈ കൃത്യം നടന്ന വീട്ടിൽ തന്നെയാണ്. അവർക്കങ്ങനെ അധികം പുറത്ത് അയൽക്കാരോട്ടൊന്നും അധികം ഒരു ബന്ധമുള്ള ആൾക്കാരല്ല. നമ്മളൊക്കെ ആവശ്യങ്ങൾക്ക് വരുമ്പം മിണ്ടും പോകുന്നല്ലാതെ വരുന്നില്ല. അപ്പോൾ എന്തായാലും നിലവിൽ ഇതിന് മുമ്പൊന്നും അത്തരത്തിലുള്ള ഒരു കുടുംബ വഴക്കിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളുടെ മുമ്പിൽ നേരത്തെ പരാതി ഇല്ല, അങ്ങനെ പരാതി വന്നിട്ടില്ല. ഞങ്ങളുടെ മുമ്പിൽ അറിവില്ലേക്കില്ല. ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. കാണുമ്പോൾ മിണ്ടും എന്നല്ലാതെ വേറെ അവർക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റർ ഉണ്ടെന്നുള്ളതൊന്നും അറിവില്ല. പാറശാല പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഫോറൻസിക് സംഘം പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. വ്ളാത്താങ്കര വൃന്ദാവൻ സ്കൂളിന്റെ ട്രസ്റ്റ് അംഗം കൂടിയാണ് പ്രതിയായ വിഷ്ണു.